Hello, welcome to our channel. Let's grow together. Hi, my name is Vinita. I'm a life transformation coach. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാം എന്നുള്ളത്, എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഹായ്, ദിസ് ഇസ് വിനീഷ, വുമൺ എംപവർമെന്റ് കോച്ച് ആൻഡ് NLP പ്രാക്ടീഷണർ. അപ്പോൾ എന്താണ് കംഫർട്ട് സോൺ? എങ്ങനെയാണ് നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുന്നത്? അതെ, കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു ഫെമിലിയർ സ്പേസ് ആണ്. അവിടെ പ്രഷർ ഇല്ല, ഫിയർ ഇല്ല. നമ്മൾ ആ ഒരു സ്പേസിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. ഇത് കാരണം നമുക്ക് ഗ്രോത്തും ഇല്ല. ലൈക്ക് നമ്മുടെ ഒരു സീഡ് മണ്ണിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെയിലും ഇല്ല, വെള്ളമില്ലെങ്കിൽ അത് വളരുന്നില്ല. പക്ഷെ സേഫ് ആയിട്ട് മണ്ണിനടിയിൽ തന്നെ ഇരിക്കുന്നു, അല്ലെ? അതേപോലെ തന്നെയാണ് കംഫർട്ട് സോൺ. എന്തുകൊണ്ടാണ് നമ്മൾ കംഫർട്ട് സോണിൽ സ്റ്റേ ചെയ്യുന്നത്? അതായത് കംഫർട്ട് സോണിൽ ഇരിക്കുമ്പം അവിടെ റിജക്ഷൻ ഇല്ല, ഫെയിലിയർ ഇല്ല, പ്രഷർ ഇല്ല, ഫിയർ ഇല്ല, ജഡ്ജ്മെന്റ് ഇല്ല. അപ്പം ഇതൊന്നും ഫേസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടുന്നത്. അപ്പൊ നമ്മൾ അതായത് ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. എങ്ങനെ നമുക്ക് കംഫർട്ട് സോൺ ഓവർകം ചെയ്യാം? അതായത് അക്സെപ്റ്റ് ഡിസ്കംഫർട്ട്. നമ്മൾ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എന്താണോ നമ്മൾ ഡിസ്കംഫർട്ട് ചെയ്യുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചലഞ്ച് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കംഫർട്ട് സോൺ ബ്രേക്കായി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണോ അതിലോട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീപ്രോഗ്രാം യുവർ മൈൻഡ്. ഈ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും, അല്ലെ? കാര്യം എന്താണ്? പഴയ ശീലങ്ങൾ, നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ് ആവും. അപ്പൊ അതിനെന്ത് ചെയ്യുക? റീപ്രോഗ്രാം യുവർ മൈൻഡ്. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മളൊരു മന്ത്ര പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ആം സേഫ്, ഐ ആം ഗ്രോയിങ്. ഇപ്പൊ കണ്ടിന്യൂസ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ മൈൻഡ് കാം ആവുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചലഞ്ച്. ടേക്ക് എ സ്മോൾ ചലഞ്ചസ്. അതായത് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചലഞ്ചസ് ആദ്യമേ ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഫുഡ്, അത് നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ഫുഡ് നമ്മൾ ട്രൈ ചെയ്യുക. ഇതുവരെ ധരിക്കാത്ത ഡ്രസ്സ് ഇട്ട് നോക്കുക. നമ്മൾ ഒരേ പാറ്റേണിലുള്ളതായിരിക്കും ഇടുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ളത് ട്രൈ ചെയ്യാം. അതേപോലെ പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് ഭയമായിരിക്കും, അല്ലെ? അത് ബ്രേക്ക് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫോർട്ടും വരും, ഒരു കോൺഫിഡൻസ് വരും, ഞാൻ ചെയ്തല്ലോ എന്നൊരിത് വരും. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചലഞ്ചസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. അപ്പൊ ചെറുതിൽ നിന്ന് മാത്രമേ നമുക്ക് വലിയ കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ വിഷ്വൽ യുവർ നെക്സ്റ്റ് ലെവൽ. നിങ്ങൾ ഇപ്പോൾ ഒരു സ്മോൾ ചാലഞ്ച് അല്ലെങ്കിൽ ഒരു സ്മോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നുകൊണ്ട് അടുത്ത ലെവൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലെവലിനെ എപ്പോഴും വിഷ്വൽ കാണുക. കണ്ണടച്ച് നിങ്ങൾ അടുത്ത ലെവൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, അല്ലെ? നമുക്കറിയാം, നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് 2 ടൈമാണ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ മൈൻഡിലും, ഒന്ന് റിയൽ ലൈഫിലും. അപ്പൊ ആദ്യം നമ്മുടെ മൈൻഡിൽ നമ്മൾ കാണുക, അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അപ്പൊ അത് റിയൽ ആയിട്ട് വേഗം തന്നെ നമുക്ക് അതിലെത്താൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾ. നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റിനും ഗ്രോത്ത് മൈൻഡഡ് പീപ്പിളുമായിട്ട് കഴിയുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എപ്പോഴും ലിമിറ്റിംഗ് ബിലീഫ് ഉള്ള ഒരാൾക്കാരുമായിട്ടാണ് നമ്മൾ സഹവസിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും അതേപോലെ ആയിപ്പോവും, അല്ലേ? അപ്പം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ അടുത്തുണ്ടാവും. അപ്പൊ ഈ ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾ ആകുമ്പോൾ അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അറിയാതെ ആ ഒരു വൈബ്രേഷനിലായിരിക്കും, നമ്മളും അറിയാതെ ആ ഗ്രോത്ത് മൈൻഡഡ് ഇതിലോട്ട് എത്തും. അപ്പം അത് നമുക്ക് ഈസിയാണ് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ തന്നെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനിയാണ് കുട്ടിക്കാലത്ത്, അല്ലെ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടെങ്കിൽ അവർ പഠിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനോ, പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്നപ്പോൾ നമുക്ക് പഠിക്കണം പണ്ടൊരു പഴഞ്ചൊല്ലില്ല, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനു അതെ, മുമ്പൊരു സൗരഭ്യം, അല്ലേ? അതെ, അതെ, കറക്റ്റ്. അതെ, അതേപോലെയാണ് നമ്മുടെ കൂട്ട് ആരാണോ അതേപോലെ നമ്മൾ പെരുമാറാനും ചിന്തിക്കാനും
തുടങ്ങുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഗ്രോത്ത് മൈൻഡഡ് അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുക, അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അടുത്ത എവറി സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ഏത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കുന്നത് അത് സെലിബ്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചലഞ്ച് അല്ലെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് 1-2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു ഇതുവരെ ചെയ്യാത്തത്, അതിനെ നിങ്ങൾ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആ വിൻ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളെ ഷോൾഡറിൽ ടച്ച് ചെയ്തിട്ട് നീ ചെയ്ത് കാണിച്ചു എന്ന് പറയാം. അപ്പൊ എന്താണ്, നമുക്ക് തന്നെ നമ്മളെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിൽ നിന്ന്. അപ്പൊ അടുത്ത ലെവലിൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. അടുത്തത് കീപ് യുവർ ട്രാക്ക് അല്ലെങ്കിൽ കീപ് യുവർ ഡിസ്കംഫോർട്ട് ജേർണൽ. അതായത് നിങ്ങൾ ഇപ്പോൾ എന്താണോ ഫേസ് ചെയ്യുന്നത്, എന്ത് ഡിസ്കംഫോർട്ടാണ് നിങ്ങളെ മീൻസ് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നത്, അത് നിങ്ങളൊരു ബുക്കിൽ എടുത്ത് എഴുതുക. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ മുന്നോട്ട് പോകാൻ പേടി, അപ്പം അത് നിങ്ങൾക്ക് ഡിസ്കംഫോർട്ടാണ് വന്നത് അല്ലേ, അത് നിങ്ങൾ ജേർണൽ എഴുതുക. അപ്പം എന്നിട്ട് അതിൻ്റെ നേർക്ക് തന്നെ അടുത്ത പോയിന്റ് എഴുതുക, ഞാൻ ഈ ഒരു സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തുക, എന്താണ് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ എന്ത് സിറ്റുവേഷനാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ഗ്രോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ട്രാക്ക് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ സ്റ്റെപ്സ്. അപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ചലഞ്ചസ് ഈസി ആയിട്ട് നടക്കുന്നതായിരിക്കും. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നടക്കത്തില്ല. ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇനിയും ഓരോ വീഡിയോകൾ വരുന്നതായിരിക്കും. ആ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു. അതെ, അപ്പൊ എല്ലാവരും ഈ കംഫേർട്ട് സോണിൽ ഇരിക്കാതെ ആ കംഫേർട്ട് സോണിന് പുറത്ത് കടന്ന് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ നേടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്യുക അല്ലേ. എപ്പോഴും ഈ കംഫേർട്ട് സോണിൽ ഇരുന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കും ഇല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.